മറ്റൊരു ഫാം തേടി യാത്രയായി. കോടന്നൂരിലെ മാത്യുവിന്റെ ഫാം ഹൗസിലെത്തി. മനക്കോടിക്കായലിന്റെ തീരത്ത് പുത്തൻതോടിന്റെ കൈവഴി ഒഴുകുന്ന പാടശേഖരം. നെൽപ്പാടങ്ങളിലൂടെ കടന്നുവരുന്ന സമൃദ്ധമായ കാറ്റേറ്റ് കഴിയുന്ന പന്നിക്കൂടാരം. അവിടെ എല്ലാവരും ഉറക്കമായിരുന്നു. പറഞ്ഞാൽ വിശ്വസിക്കില്ല, 5 സ്റ്റാർ സൗകര്യങ്ങളാണ് ഇവിടെ പന്നിക്കുട്ടന്മാർക്ക്. വിട്രിഫൈഡ് ടൈൽസിലും മാർബിളിലും കഴിയാൻ സൗഭാഗ്യമുള്ളവർ. ലാർജ് വൈറ്റ് യോർക്ക്ഷയറാണ് ഇവിടെ മുഖ്യം. മാർബിളും ടൈൽസുമൊക്കെ മെഷീനിൽ കോറി തറ പരുക്കനാക്കിയിരിക്കുന്നു. എങ്കിലും വൃത്തിക്കും വെടിപ്പിനും ടൈൽസും മാർബിളും പോലെ യോജിച്ച മറ്റൊന്നില്ല. മറിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെയാണ് ഞാൻ ഒരു കൂട് ഗ്രാനൈറ്റ് വിരിച്ചു. ഗ്രാനൈറ്റ് വിരിച്ച് അതിൽ കുട്ടികളെ ഇട്ട് നോക്കിയപ്പോൾ ഗ്രോത്തിൽ കുറച്ച് മെച്ചം കണ്ടു കുട്ടികൾക്കുള്ളത്. അപ്പോൾ പിന്നെ അതിനേക്കാൾ ഗ്രാനൈറ്റിനേക്കാൾ ചിലവ് കുറഞ്ഞ ഒരു മെത്തേഡ് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ടൈൽസിലേക്ക് പോയത്. ഞങ്ങൾ ആ ടൈൽസ് മേടിച്ച് വിരിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതിൻ്റെ സ്മൂത്ത്നെസ് അത് പന്നികൾക്ക് പ്രയാസമായിട്ട് തോന്നി. അപ്പോൾ ആ സ്മൂത്ത്നെസ് അതിൻ്റെ പോളിഷ് അടിച്ച് കളഞ്ഞു. പോളിഷ് അടിച്ച് കളഞ്ഞിട്ട് വിടുമ്പോഴും ഗ്രിപ്പ് കിട്ടുന്നില്ല, കാലിന് ഗ്രിപ്പ് കിട്ടുന്നില്ല. അപ്പോൾ ആ കാലിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി പിന്നെ മോട്ടർ വെച്ച് അത് ഒരു കോറലുണ്ടാക്കി. അപ്പോൾ അത് ഗ്രിപ്പായി. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ ഈ ടൈൽസ് വിരിച്ചപ്പോൾ കണ്ടത്. എയർഫോഴ്സിൽ നിന്നും വിരമിച്ച മാത്യു അനുഭവങ്ങൾ ഒന്നൊന്നായി പങ്കുവച്ചാണ് പന്നിക്കൃഷിയിൽ ഇറങ്ങിയത്. വൈകിട്ടോടെ എത്തുന്ന തീറ്റ തന്നെയാണ് ഇവിടെയും ആശ്രയം. എന്നാൽ പകൽ തീറ്റയെ നൽകാറില്ല. അതോടെ ഒത്തിരി സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനും കഴിഞ്ഞെന്ന് മാത്യു പറഞ്ഞു. ഈ പന്നി വളരും തോറും തൻ്റെ ശത്രുക്കൾ വളർന്നുകൊണ്ടിരിക്കും. നമ്മളിവിടെ രാവും പകലും അധ്വാനിക്കുന്നുണ്ട്, അതാരും ചിന്തയിലില്ല. പക്ഷെ ഇവിടെ നിന്ന് പന്നീനെ കയറ്റി പോകുമ്പോൾ 20 എണ്ണത്തിന് 15 എണ്ണത്തിനൊക്കെ കയറ്റിപ്പോരു വണ്ടിയിൽ. അപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പന്നിയുടെ വരുമാനം. അപ്പോൾ 15 എണ്ണത്തിന് കയറ്റി പോകുമ്പോൾ 15 എണ്ണത്തിൻ്റെ കാൽക്കുലേഷനാണ് അവർക്ക് അറിയുള്ളൂ. ഒരാൾക്കും കാൽക്കുലേറ്റർ വേണ്ട, അവർ ഓട്ടോമാറ്റിക്കലി കണക്ക് കൂടി വിവരം തരും. അതാണിപ്പോൾ ഇവിടെ എനിക്ക് സംഭവിച്ചത്. ഇവിടെ ഇപ്പോൾ എനിക്ക് എൻ്റെ ഫാം സന്ദർശിക്കാനായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഈവൻ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരെ ആളുകൾ വന്ന് ഇത് കണ്ടുകൊണ്ട് പോകുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഈ കൂടിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞിട്ട് അവർ പറയും ഇതൊരു പന്നി ഫാമാണെന്ന് തോന്നാറില്ല. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണത്. സ്മെല്ല് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. മറ്റേത് പന്നിക്കൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് കൊണ്ട് ഉള്ളിലേക്ക് കടക്കാൻ പറ്റാറില്ല എന്നാണ് പറയാറ്. പക്ഷെ ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു പ്രതീതി ആളുകൾ പറയുന്നില്ല. അതാണ് എനിക്ക് തോന്നുന്ന ഒരു നേട്ടം എൻ്റെ ഈ വളർത്തൽ കൊണ്ട് ഉണ്ടായത്. ഹോസിലൂടെ വെള്ളമെത്തിയതോടെ പലരും സടകുടഞ്ഞെഴുന്നേറ്റു. പന്നി ഫാമിന്റെ പ്രാദേശിക പരിമിതികളില്ല. വൃത്തിയുടെയും വിജയത്തിന്റെയും ഞരക്കങ്ങൾ മാത്രം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പന്നിക്കുട്ടികളെ വാങ്ങിക്കുമ്പോൾ അവിടെ നല്ല രൂപത്തിൽ സംരക്ഷണം ചെയ്തിട്ടാണ് കുട്ടികളെ നമുക്ക് കിട്ടുക. വിശ്വസിച്ച് വാങ്ങിക്കാം. നമ്മളൊരു പന്നിക്കുഞ്ഞിനെ വാങ്ങിക്കുമ്പോൾ ഏകദേശം 2000 രൂപയോളം വില വരുന്നുണ്ട്. അതിനെ ഒരു കൊല്ലം ഇവിടെ വളർത്തിയിട്ടാണ് ഇപ്പോൾ ഞാൻ വിൽക്കുന്നത്. പക്ഷേ എനിക്ക് എന്തായാലും ഒരു കൊല്ലം നോക്കുകയാണെങ്കിലും 2500 രൂപയോളം പന്നിക്കുഞ്ഞിനെ വാങ്ങിച്ച് വിൽക്കുമ്പോൾ ലാഭമായിട്ട് എനിക്ക് കിട്ടും. പന്നി ഫാമായിട്ട് തുടങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, കുറച്ച് ഏരിയ കൂടുതലുണ്ടായിരിക്കണം. പിന്നെ പരിസരത്ത് വീടുകളില്ലാത്തൊരു ഏരിയയാണ് കൂടുതൽ സെലക്ട് ചെയ്യാൻ നല്ലത്. അപ്പോൾ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാവില്ല, നമുക്ക് സൗകര്യമായിട്ട് ഫാം വളർത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഇത് സൂകരവൃന്ദം, മാലിന്യമുക്ത കേരളത്തിന്റെ സൃഷ്ടിക്ക് പ്രകൃതിയുടെ പരിഹാരം. ജൈവ പരിവർത്തനത്തിന്റെ മാസ്മരികതയാൽ ഇവർ ഭൂമിയെ സുന്ദരമാക്കും. ഒപ്പം സ്വയം നിറഞ്ഞ് മാംസത്തിന്റെ കലവറയാകും. ഭാവിയുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് യുക്തിസഹമായ ജൈവ മറുപടി. ഇവിടെ ഇതിഹാസങ്ങളിലെ വരാഹം ഭൂരക്ഷയ്ക്ക് നിറസാന്നിധ്യമാകുന്നു. സൂകര സാന്നിധ്യത്തിന്റെ സൂര്യശോഭ പ്രകൃതിയെ പ്രശോഭിതമാക്കുന്നു.